കുക്സാഫൻ കടലും കാറ്റും കൈകോർക്കുന്ന ഒരു കുഞ്ഞി ക്യൂട്ട് സിറ്റിയാണ്. നോർത്ത് സീയുടെ തീരത്താണ് കേട്ടോ ഈ സിറ്റി ഉള്ളത്. ഹാംബർഗ് പോലത്തെ വലിയ പോർട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സിറ്റി അങ്ങനെ അത്രയ്ക്ക് ഫേമസ് ആയിട്ടില്ല. പക്ഷേ ഈ സിറ്റി ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ സിറ്റിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടോ. എന്നെ ആർക്കും അറിയാത്ത, എനിക്ക് ആരെയും അറിയാത്ത ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലോകമാണ് ഈ സിറ്റി. നിങ്ങളീ കാഴ്ച കണ്ടോ? കടൽ കംപ്ലീറ്റ് ലോ ടൈഡ് കാരണം കിലോമീറ്ററോളം പുറകിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ കൂടെ കുതിരകൾ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നതാണ്. പണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു കേട്ടോ ഇത്. കടലിങ്ങനെ വലിയുമ്പം അവിടെ ട്രാപ്പായിട്ട് കിടക്കണ മീനും കക്കയൊക്കെ പറക്കാൻ വേണ്ടിയിട്ട് അവർ ഈ കുതിരവണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇതൊരു യുനെസ്കോ ഹെറിറ്റേജും കൂടിയാണ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി സൺസെറ്റും കാണാൻ പറ്റും. ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ പൂക്കളും പച്ചപ്പുള്ളതും ശരിക്കും ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. ചെറിയ ഓൺ ടോപ്പ് എന്നൊക്കെ പറയാം നമുക്ക്. ഇവിടെ നിങ്ങളിങ്ങനെ ഓരോ കൂടുകൾ കണ്ടോ? നമുക്കിതിങ്ങനെ റെൻ്റ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിസ്സാര പൈസയുള്ളൂ. ഞാനിവിടെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ പുസ്തകമൊക്കെ വായിച്ച് പാട്ടൊക്കെ കേട്ട് കിടന്നുറങ്ങാറുണ്ട് ബീച്ചിൻ്റെ സൈഡിൽ. നല്ല അടിപൊളി ഫീലല്ലേ? ഈ ഇറങ്ങിപ്പോയ കടൽ കപ്പൽ പോണ പാകത്തിൽ വെള്ളം വന്നേക്കണമുണ്ടോ? ഇത് ശരിക്കും ഒരു അത്ഭുതമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള പള്ളിയാണ് കേട്ടോ. ഒരു 150 വർഷമെങ്കിലും പഴക്കം കാണും ഈ പള്ളിക്ക്. ഗോത്തിക് ആർക്കിടെക്ചറിൽ പണിതേക്കുന്നതാണ് ഈ പള്ളി. ഒരു വീക്കെൻഡ് കിട്ടുമ്പം ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ വന്നൊരു തിരിയൊക്കെ കത്തിച്ച് ആ ബീച്ചിൻ്റെ സൈഡിൽ പോയിരുന്ന ഇതിലും വലിയ മെഡിറ്റേഷൻ വേറെ ഒന്നും വേണ്ട നമുക്ക്. എല്ലാ വർഷവും കുക്സാഫനിൽ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ കുറേ തരത്തിൽ നല്ല ഡിസൈനായിട്ടുള്ള ഫാൻസി പട്ടങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ പറത്തും. നല്ല രസമാണ് കാണാൻ. പല പല ഷേപ്പിലും പല പല വെറൈറ്റിയിലും കണ്ടോ. എല്ലാ വീക്കും ഇവിടെ ഓരോരോ ഫെസ്റ്റിവൽ ഉണ്ടാവും കേട്ടോ. ലൈറ്റ് ഫെസ്റ്റിവൽ, മ്യൂസിക്കൽ ഫെസ്റ്റിവൽ, അങ്ങനെ എപ്പോഴും ഈ സിറ്റി ഭയങ്കര വൈബ്രൻ്റ് ആണ്. കുക്സാഫനിലെ ഫാർമേഴ്സ് മാർക്കറ്റാണ് കേട്ടോ ഇത്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ ഫാർമേഴ്സ് മാർക്കറ്റ് ഓപ്പൺഡാണ് കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എസ്പെഷ്യലി നല്ല പച്ചക്കറികളും നല്ല ഫ്രഷ് ഫ്രൂട്ട്സും കിട്ടാനാണ് ഞാൻ ഫാർമേഴ്സ് മാർക്കറ്റിൽ പോവാറ്. ചുമ്മാ ഇതൊക്കെ ചുറ്റി നടന്ന് കാണുന്നത് തന്നെ ഒരു രസമല്ലേ. സീസൺ സ്പെഷ്യലായിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് നല്ല ചീപ്പായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള എഗ്സും കിട്ടും കേട്ടോ ഇവിടെ. ഞാൻ എഗ്സും കൂടുതൽ ഫാർമേഴ്സ് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്. സൂപ്പർ മാർക്കറ്റിനെ കമ്പയർ ചെയ്യുമ്പം ഇവിടുത്തെ മീറ്റും ഫിഷും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ഫ്രഷായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഫാർമേഴ്സ് മാർക്കറ്റിലെ പംകിൻ വെച്ചിട്ടുള്ളൊരു ബ്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഫ്രിക്കാർഡല്ലേ, ജർമ്മനിയിലെ ബോണ്ടാന്ന് പറയാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഞാനിതെപ്പോഴും വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഇവിടുന്ന്. നേരത്തെ കാണിച്ച ജർമ്മൻ ബോണ്ടയും പിന്നെ ഈ വിയറ്റ്നാമീസുകാരി വിൽക്കുന്ന സ്പ്രിംഗ് റോളും ആണ് കേട്ടോ ഈ ഫാർമേഴ്സ് മാർക്കറ്റിലെ ഹൈലൈറ്റ്. നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ ഈ സ്പ്രിംഗ് റോള് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. കോസ്റ്റൽ സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫുഡിലെ മെയിൻ ഹീറോ മീനാണ് കേട്ടോ. നമുക്ക് പൊറോട്ടയും ബീഫും പോലെ ഇവരുടെ ഒരു വികാരമാണ് ഫിഷ് ബ്രൂട്ട്ഷൻ. ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന തരത്തിലുള്ള മീനുകൾ വെച്ചിട്ട് അതിനും പറ്റിയ സോസും വെച്ച് കഴിക്കുന്നതാണത്. കുക്സാഫനിൽ വലിയൊരു പോർച്ചുഗീസ് കമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ. 19th സെഞ്ച്വറിയിൽ കുറേ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് കുടിയേറി പാർത്തായിരുന്നു. നല്ല രസമാണ് ഇവരുടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. ഇടയ്ക്ക് ഇവിടെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പോർച്ചുഗീസ് സ്പാനിഷ് ആൾക്കാരൊക്കെ ഭയങ്കര ഫൺ ലവിങ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടെ കമ്പനി കൂടി ഇരിക്കാൻ. അവർ നമ്മളെയും പിടിച്ച് ഡാൻസും പാട്ടും ഒക്കെ കളിപ്പിക്കും. ഈ കുക്സാഫൻ സിറ്റിയിൽ കുറേ പോർച്ചുഗീസ് ക്ലബ്ബുകളും കുറേ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്.
കുക്സാഫലിലെ വേറൊരു മെയിൻ അട്രാക്ഷനാണ് ഷ്ലോസ് റിറ്റ്സ്ബ്യൂട്ടൻ. ഈ കുഞ്ഞു കൊട്ടാരത്തിൽ കുറേ പേര് വന്ന് കല്യാണമൊക്കെ നടത്താറുണ്ട് കേട്ടോ. ഈ കൊട്ടാരം പണിതേക്കുന്നത് 14th സെഞ്ച്വറിയിലാണ്. അതിന് ചുറ്റും ഒരു 6 ഏക്കർ ചുറ്റളവിൽ ഒരു വലിയൊരു ഗാർഡൻ ഉണ്ട്. നല്ല രസമാട്ടോ ഈ ഗാർഡനൊക്കെ കാണാൻ. അതിൽ നല്ല റൂട്ട് മാപ്പൊക്കെ സെറ്റ് ചെയ്ത് അവിടെ അവർ വെച്ചിട്ടുണ്ട്, ഗൈഡ് ലൈൻ പോലെ. എൻ്റെ വീട്ടിൽ നിന്ന് ആകെ ഒരു 500 മീറ്റർ ഉള്ളൂ ഈ കൊട്ടാരത്തിൻ്റെ അവിടേക്ക്. നമ്മൾ നമസ്കാരം എന്ന് പറയണ പോലെ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ഗ്രീറ്റ് ചെയ്യുക മോയിങ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോർമലാണ്, ഉച്ചയ്ക്കും കാലത്തും വൈകുന്നേരമൊക്കെ മോയിങ് മോയിങ് എന്ന് കേൾക്കുന്നത്. ഈ സിറ്റിയിലെ ക്രിസ്മസ് മാർക്കറ്റ് വരണത് ഈ കൊട്ടാരത്തിന് ചുറ്റും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൊട്ടാരത്തിന് ചുറ്റും ചെറിയ മഞ്ഞൊക്കെ മൂടിയിട്ട് അതുകൊണ്ട് ഡിസംബർ ആവാൻ ഞാൻ നോക്കിയിരിക്കുകയാണ്. ഈ സിറ്റിയിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സമ്മർ ഗാർഡൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് വശത്താണ്. അവർ നല്ല രസമായിട്ടാണ് പൂക്കളും പിന്നെ ആപ്പിൾ മരങ്ങളൊക്കെ ആയിട്ട് നല്ല അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ. നല്ല സ്ട്രെസ്സായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. എസ്പെഷ്യലി ഈ സൗണ്ട്. എൻ്റെ വീടിൻ്റെ ബാൽക്കണി വ്യൂ ആട്ടോ അത്. നല്ല പച്ചപ്പും പിന്നെ ഒരു കാറ്റാടി വ്യൂ ഉണ്ട്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനൊരു 10-200 കാറ്റാടിയുടെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തൊരു ഭാഗ്യമല്ലേ ഇതൊക്കെ. എനിക്കൊരു അൺഫർണിഷ്ഡ് വീടാട്ടോ കുക്സാഫലിൽ കിട്ടിയത്. ഞാൻ മാക്സിമം ഭയങ്കര കോസി ആയിട്ട് ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. വീക്കെൻഡിൽ ഫർണിച്ചർ കടയിലും പ്ലാൻ ഷോപ്പിലൊക്കെ പോയി എനിക്കിഷ്ടമുള്ള ഐറ്റംസൊക്കെ വാങ്ങി അതൊക്കെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞി കുക്സാഫൻ വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.